നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം നമ്മുടെ കൂടെ ലാലാമ്മ എത്തിയിട്ടുണ്ട്. നമസ്കാരം ലാലാമ്മ. നമസ്കാരം. അതിലേറെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഒരുമിച്ചിട്ടാണ് നിർമ്മാല്യം തൊഴുതത്. അപ്പോൾ നിർമ്മാല്യം തൊഴുത വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനും ലാലാമ്മയും നിങ്ങളുടെ മുന്നിലായിട്ട് എത്തിയിരിക്കുന്നത്. ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം എന്താ പറയാഞ്ഞെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം ഉച്ചപൂജയുടെ അതേ അലങ്കാരം തന്നെയാണ് നിർമ്മാല്യത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ നിർമ്മാല്യം തൊഴാൻ പോകുന്ന തൊഴുന്ന ആ വിശേഷങ്ങൾക്കിടയ്ക്ക് ഞാൻ അലങ്കാരവും ചേർത്ത് പറയാം കേട്ടോ. ഇന്നൊരു പുലർച്ചെ 2:30 കൂടിയിട്ടാണ് ഞാനും വിഷ്ണു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലാലാമ്മ ഓൾറെഡി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നല്ലൊരു തിരക്ക് ആ നിർമ്മാല്യത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. നിറയെ ഭക്തരുണ്ടായിരുന്നു നിർമ്മാല്യം തൊഴാനായിട്ട്. ആ 2:30 ആയ സമയത്ത് ഞങ്ങളുടെ പേര് വിളിച്ചു. അപ്പൊ ഞങ്ങള് ആ ഗോപുരവാതിൽ, അടഞ്ഞു കിടക്കുന്ന ഗോപുരവാതിലിന്റെ മുന്നിലായിട്ട് ഒരു ആദ്യം ടോക്കണിന്റെ ക്യൂ ആയിരിക്കും ഉണ്ടായിരിക്കാം, ബുക്ക് ചെയ്തവരുടെ. അപ്പൊ അവിടെ പോയി നിന്നു. നിൽക്കുന്ന ഫോട്ടോ വിഷ്ണു നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മള് അവിടെ അകത്ത് കയറി നിൽക്കുന്ന ഫോട്ടോ, ആ ഗോപുരവാതിലിന്റെ അകത്ത് കയറി നിൽക്കുന്ന ഫോട്ടോസൊക്കെ അപ്പൊ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഞങ്ങൾ വരുന്നതും അവിടെ പോയി നിൽക്കുന്നതും ഒക്കെ. അപ്പൊ ഞങ്ങളുടെ ക്യൂവിന് പുറകിലായിട്ടായിരുന്നു നെയ്വിളക്ക് ചീട്ടാക്കിയവരുടെ ക്യൂ ഉണ്ടായിരുന്നത്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ജനറൽ ക്യൂവും കൂടെ വന്ന് നിന്നു കേട്ടോ. അങ്ങനെ ആ ദീപസ്തംഭത്തിന്റെ ചോട്ടിലായിട്ട് നിറയെ ഭക്തർ ഇങ്ങനെ നിർമ്മാല്യം കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എപ്പോഴാണോ ആ 3 മണി അടിക്കുന്നത്, അപ്പൊ ആ ഗോപുരവാതിൽ ഇങ്ങനെ തുറക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന നല്ല രസമായിട്ടുള്ള ഒരു മുഹൂർത്തമായിരുന്നു കേട്ടോ. ഒരു ഹരിനാമ കീർത്തനം ആ ഒരു സമയത്ത് എല്ലാ ഭക്തരും, ആ വരുന്ന ഭക്തരെല്ലാവരും കൂടി ആ ഒരു പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു അനുഭവമല്ലേ. ഭയങ്കര ഒരു എന്താ, കണ്ണിനെ കാണാനായിട്ട് കാത്തു നിൽക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കും. എല്ലാവരും നല്ലൊരു മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയും. അതെ, നല്ല രസമുള്ള ഒരു സമയമായിരുന്നു കേട്ടോ അത്. കാരണം ആ ജനറൽ ക്യൂ ഇങ്ങോട്ട് വന്നു നിന്നപ്പോ അവരുടെ ഭാഗത്തു നിന്നാണ് ഭജൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മളെല്ലാവരും ചേർന്ന് പാടുന്ന അത്ര രസകരമായിട്ടുള്ള കുറച്ച് സമയമായിരുന്നു ആ കാത്തു നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടെ ഭഗവാന്റെ കീർത്തനങ്ങൾ ഉറക്കെ ആലപിക്കുക. അത് കേട്ടിട്ട് ഭഗവാൻ ഇങ്ങനെ നമ്മളെല്ലാവരും കാണാനായിട്ട്, നട തുറക്കാനായിട്ട് അകത്ത് ഇങ്ങനെ കാത്തിരിക്കുക. അത്ര രസമായിട്ടുള്ള ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു തിക്കും തിരക്കൊക്കെ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഗോപുരവാതിലിന്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ കൂടെ ആ ഒരു ദീപസ്തംഭത്തിന് ചുറ്റുമായിട്ടായിരുന്നു നിറയെ ഭക്തർ ഇങ്ങനെ നിർമ്മാല്യം തൊഴാനായിട്ട് തിങ്ങി നിൽക്കുന്ന ആ ഒരു രീതിയായിരുന്നു. ആ ഒരു ഭക്തിസാന്ദ്രമായ നിമിഷത്തിൽ ഭയങ്കര ഒരു മഴയുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ഒരു മഴയും ആ ഒരു പ്രാർത്ഥനയും എല്ലാവരും കൂടി ആ ഒരു കണ്ണനെ കാണാനായിട്ടുള്ളൊരു ആഗ്രഹത്തോടെ നിൽക്കുന്ന സമയമായിരുന്നു. അതെ, അങ്ങനെയാണ് 3 മണി അടിക്കുന്നത് കേട്ടോ. ആ 3 മണി അടിക്കുന്നതും ഗോപുരവാതിൽ ഇങ്ങനെ തുറക്കുന്നതും ഒരുമിച്ചായിരുന്നു. അപ്പൊ പിന്നെ അറിയാലോ, നമ്മുടെ കണ്ണനെ കാണാനായിട്ട് ശ്വാസം മുട്ടി കാത്തു നിൽക്കുന്ന ഭക്തരാ. പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടുകയാണ് കേട്ടോ. വേറെ എവിടേക്കും നോക്കുന്നില്ല. എല്ലാവരും എത്രയും പെട്ടെന്ന് ആ ശ്രീലകത്തിന്റെ മുന്നിലേക്ക് എത്താനായിട്ട്, കണ്ണനെ കാണാനായിട്ട് ഭക്തരെല്ലാവരും, ഞാനും ലാലാമ്മ എല്ലാവരും കൂടെ ഇങ്ങനെ ഓടുകയാണ് ശരിക്കുള്ള നിർമ്മാല്യം കാണാനായിട്ട്. പിന്നെ ഒരു സെക്കൻഡ് പോലും ഒരാൾ പോലും പാഴാക്കില്ല. അതുകൊണ്ട് തന്നെ ലാലാമ്മയും ഞാനും രണ്ട് വഴിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ നിർമ്മാല്യം കാണുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ലക്ഷ്യത്തോടെ വരുന്നത്. എല്ലാവരും വേറെ എവിടെയും നോക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വാതിൽമാടം കടക്കാനായിട്ട്. അപ്പൊ അവിടെയും സ്വാഭാവികമായിട്ടൊരു തിക്കും തിരക്കൊക്കെ വരൂലേ, അതും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ആ വാതിൽമാടം കടന്നിട്ട് ആ ഒരു വഴിയിലൂടെ ഭഗവാൻ ഇങ്ങനെ നോക്കാനായിട്ട്, കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ലാലാമ്മ കുറച്ച് മുന്നിലായിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നില്ലേ. പക്ഷെ ഞാൻ കണ്ടിരുന്നില്ല കേട്ടോ ലാലാമ്മയെ. കുറച്ചാണ്ട് നീങ്ങിയിട്ടായിരുന്നു എനിക്ക് മനസ്സിലായത് എന്നെ വെട്ടിച്ചിട്ടാണ് ലാലാമ്മ മുന്നിലേക്ക് കടന്നു എന്നുള്ളത്. ശരിക്കും അങ്ങനെയാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരെയും നോക്കാൻ സാധിക്കില്ല. അത്രയും അധികം വേഗത്തിലാണ് ഭക്തർ ഭഗവാനെ കാണാനായിട്ട് ഓടി വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇന്നലത്തെ ഉച്ചയ്ക്കിടായിരുന്ന ഉച്ചപൂജ അലങ്കാരം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഒരു പൊന്നോടക്കുഴൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നമ്മൾ ഭഗവാനെ കാണാൻ വരുന്ന എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു കേട്ടോ ശ്രീലകത്ത് ഉണ്ടായിരുന്നത്.
നമ്മൾ ആ ഓടി ചെല്ലുമ്പോൾ ആ പുഞ്ചിരിയോട് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഇടിയും തള്ളലൊന്നും നമ്മൾ അന്നേരം ഓർക്കില്ലല്ലോ. എല്ലാം പുറത്തും കടഞ്ഞ പ്രാർത്ഥനയോടുകൂടി നമുക്കൊന്ന് കണ്ടാൽ മതിയല്ലോ ആ ഒരു നിമിഷം. അതൊന്നും ഒന്നുമല്ലാതിരുന്ന പോലെ തോന്നും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാല്. ആള് നല്ല പുഞ്ചിരിയോടുകൂടി ഇതൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്, ഇനി ഓടി വരും എന്നുള്ള ഭാവത്തിലിരുന്ന് പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ അലങ്കാരം ആഷിക്ക് പറഞ്ഞതല്ലോ, ലൈവിൽ കൂടെ കണ്ടപ്പോൾ അതേപോലെ തന്നെ ആ പുഞ്ചിരിയോടുകൂടി ആ നിൽക്കുന്ന രൂപം കാണാൻ സാധിച്ചു. അപ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ ഇന്നലത്തെ അലങ്കാരത്തിൻ്റെയും അത് കഴിഞ്ഞ് കണ്ടപ്പോൾ ആ നിർമ്മാല്യത്തിൻ്റെതും കൂടി വ്യക്തമാക്കി ഒന്ന് പറയാം. ഇന്നലത്തെ അലങ്കാരം ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ശ്രീലകത്ത് ഭഗവാൻ ഒരു പൊന്നോടക്കുഴൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് വേണുനാഥം പൊഴിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. 2 കാലുകളും പിണച്ച് വെച്ചുകൊണ്ട് നന്നായിട്ട് പുഞ്ചിരിച്ചിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു രൂപം കാണാൻ തന്നെ അത്ര ഭംഗിയായിരുന്നു. ചെറിയൊരു രൂപത്തിലാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ട് നെറ്റിയിൽ ഒരു ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്. കാതുകളിലും തിലകാണ് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അഗ്രഭാഗം താഴേക്ക് വെക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ. 2 മാലകളൊക്കെ അണിഞ്ഞിട്ട് നന്നായി പുഞ്ചിരിക്കുന്ന ആ ഒരു മുഖത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ആ പൊന്നോടക്കുഴലിൽ 2 കൈ കൊണ്ട് പിടിച്ച് ഇങ്ങനെ ചുണ്ടോടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ. അരയില് നല്ല ചന്തത്തില് കിങ്ങിണിയൊക്കെ കാണാനുണ്ടായിരുന്നു. കൈവളകളും തോൾവളകളും ഒന്നും കണ്ടിരുന്നില്ല കേട്ടോ. ഇന്നലെയും കണ്ടിരുന്നില്ല, ഇന്നും കണ്ടില്ല. അത് എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അരയിലെ കിങ്ങിണി നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരുന്നു. ചുവന്ന നിറത്തിലെ പട്ടുകോണൊക്കെ ചുറ്റിയിട്ടുണ്ട്. 2 കാലുകളും കുഞ്ഞു കാലുകളാണ്, തടിച്ചിട്ടുള്ള കുഞ്ഞു കാലുകൾ ഇങ്ങനെ പിണച്ച് വെച്ചിട്ട് നല്ല ചന്തത്തിലെ കാൽത്തളകളും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ചന്തത്തിലെ മനോഹരമായിട്ട് പൊന്നോടക്കുഴലിൽ ഇങ്ങനെ വിളിക്കാനായിട്ട് നിൽക്കുന്ന മുരളീധരനായിട്ടായിരുന്നു ഇന്നലെ ഉച്ചപൂജയ്ക്ക് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അതേ രൂപം തന്നെയായിരുന്നു നിർമ്മാല്യത്തിന്റെ സമയത്തുണ്ടായിരുന്നത് കേട്ടോ. വ്യക്തമായി തന്നെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ഒരു മണ്ഡപത്തിന്റെ അവിടേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളെല്ലാവരും പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളും. എല്ലാവർക്കും ആ ഒരു രൂപം കാണാനായിട്ടുള്ള ആ ഒരു സന്തോഷത്തിൽ ആകാംക്ഷയിലൊക്കെ ആയിട്ട് പിന്നെ സോപാന തൊഴിലാണല്ലോ ഉണ്ടാകാം. അപ്പൊ അവിടെ പ്രതീക്ഷിച്ചതിനൊക്കെ കുറച്ചധികം തിരക്ക് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. പൊതുവെ ഞാൻ കുറച്ച് പിന്നാക്കം നിൽക്കുന്ന ഒരാളാണ്. വിഷ്ണു ആണൊന്ന് നമുക്ക് നിന്നിട്ട് കാര്യമില്ല, അതിലേക്ക് ഉള്ളിലേക്ക് തന്നെ പോകണം, എന്നാലേ ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ പെട്ടെന്ന് പറയാം. അപ്പൊ ഇന്നാണെങ്കിൽ സോപാനപ്പടിയുടെ ഭാഗത്തായിട്ട് ഞാൻ അവിടെ സ്റ്റെക്കായി പോയി. കാരണം അത്രയധികം ശക്തിയിലാണ് ഭക്തരിങ്ങനെ കുറച്ച് തള്ളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ലാന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിർമ്മാല്യം തൊഴുന്നവർക്ക് അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവരും കണ്ണനെ കാണാനുള്ള ഒരു വെപ്രാളത്തിലാണല്ലോ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു തിരക്കാണ്. അങ്ങനെ എനിക്ക് അവിടെ പെട്ടെന്നൊന്നും കയറാനായിട്ട് സാധിച്ചില്ല. ഇനി ആ സോപാനപ്പടിയിൽ അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ ഓർത്തെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ എന്നെ സാധിക്കുള്ളൂ എന്ന് വെച്ചാൽ ഞാനും പതുക്കെ ആ തിരക്കിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ഭഗവാന്റെ ആ ഒരു രൂപം കുറച്ച് അടുത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ മാലകളൊക്കെ അഴിക്കുന്ന ആ ഒരു സമയമായിരുന്നു. അപ്പോൾ നിർമ്മാല്യം നല്ല സന്തോഷത്തോടു കൂടെ കണ്ടു തൊഴാനായിട്ട് സാധിച്ചു. അങ്ങനെ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ നീങ്ങേണ്ടി വരാറുണ്ട് അല്ലേ. ഞാൻ നീങ്ങിയപ്പോൾ ലാലാമ്മ ആദ്യമേ തന്നെ അവിടെ തൊഴുത് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും ആ മണിക്കിണറിന്റെ ഭാഗത്തൂടെ വന്നിട്ട് മുകളിൽ കയറിയിട്ട് ഭഗവാനെ പിന്നെയും ഒന്നും കൂടെ കാണാനായിട്ട് സാധിച്ചു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ മഹാപുണ്യമായിട്ടുള്ള നിമിഷങ്ങളല്ലേ ഈ വാകച്ചാർത്തം അങ്ങനൊക്കെ കാണുന്നത്. അപ്പം അത് കണ്ടല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കൂടി പറയുമോ ഷു? അതായത് ഞങ്ങളവിടെ കയറി നിന്ന ഒരു സമയത്താണ് ഭഗവാന്റെ ദേഹത്ത് നിന്ന് കളഭം മാറ്റുന്നുണ്ടായിരുന്നത്. ഒരു മഞ്ഞ പട്ട് വിരിച്ചിട്ട് അതിലേക്ക് ആ കളഭം ഒക്കെ മാറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുഖച്ചാർത്ത് ചന്ദനം കൊണ്ടല്ലോ, ചന്ദനം മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഭഗവാന്റെ എണ്ണാഭിഷേകമാണ് കേട്ടോ. ആ ഒരു സമയത്ത് മണിനാഥമൊക്കെ മുഴങ്ങും. അങ്ങനെ എല്ലാ ഭക്തരും ഒന്നും കൂടെ ഒന്ന് ഉഷാറായിട്ട് എന്തൊരു സന്തോഷത്തോട് കൂടിയിട്ടാണെന്നറിയോ ഭഗവാനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുള്ളത്. ആ ഒരു എണ്ണാഭിഷേകം എന്ത് രസമായിട്ട് അതും കാണാൻ സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലേ വാഗച്ചാർത്താണ്. ആ വാഗപ്പൊടി കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഒരു അഭിഷേകം പോലെ ചാർത്തുന്നതൊക്കെ നന്നായി തന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് അതും കാണാനായിട്ട് സാധിച്ചു. പിന്നെ വരുന്നത് ജലം കൊണ്ടുള്ള ഒരു അഭിഷേകമാണ്. ആ വാഗപ്പൊടിയൊക്കെ ഭഗവാന്റെ ദേഹത്ത് നിന്ന് മാറ്റുന്ന ഒരു ജലം കൊണ്ടുള്ള അഭിഷേകം. അതും കഴിഞ്ഞ് ശംഖാഭിഷേകം. അപ്പൊ ഈ ഒരു എണ്ണാഭിഷേകത്തിന്റെയും വാഗച്ചാർത്തിന്റെയും സമയത്ത് ഒരു മണിനാഥം മുഴങ്ങും കേട്ടോ. അതൊക്കെ നല്ല ഭംഗി. അത് കേൾക്കാനും ആ ഒരു സമയത്ത് കാണാനും ഒക്കെ സാധിക്കുന്നത് ഭക്തരെല്ലാം ഓടി വരുന്നു അല്ലേ ആ ഒരു നിമിഷം കാണാനായിട്ട്. അതേപോലെ തന്നെ അത് വാഗച്ചാർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജലാഭിഷേകം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ശംഖാഭിഷേകം വരുന്നത്. ശംഖാഭിഷേകം കുറച്ചധികം സമയം ഉണ്ട് അല്ലേ. ഒരു 10 മിനിറ്റോളം ഏകദേശം ശംഖാഭിഷേകം ഉണ്ട്. അതും
കണ്ട് പിന്നെ ആ കലശക്കുടം കൊണ്ടുള്ള ഒരു അഭിഷേകം കൂടെ ഉണ്ട് കേട്ടോ. വലിയ അതുവരെയും കലശമാണല്ലേ, അത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു കലശത്തിൽ നിന്ന് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത്. അപ്പൊ അതുവരെയും കാണാനായിട്ട് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു കേട്ടോ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ കണ്ട ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും കൂടെ ലഭിക്കാനായിട്ട് കേട്ടോ. അത്ര അധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഭഗവാന്റെ ഈ ചടങ്ങുകളെല്ലാം കാണാനായിട്ട് നിന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേദിയായിരുന്നു. അപ്പൊ പിന്നെ അവിടെ നിൽക്കാനായിട്ട് സാധിച്ചില്ലല്ലോ, ഞങ്ങൾ വേഗം ഇറങ്ങി. പിന്നെ അങ്ങനെ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ പോയത്. ഗണപതിക്കും ഇതേപോലെ അഭിഷേകം നടക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു അല്ലെ, ശംഖാഭിഷേകം, ശംഖിലായിരുന്നു അഭിഷേകം നടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അലങ്കാരങ്ങളൊന്നും ഇല്ലല്ലോ, ആ ഒരു പ്രതിഷ്ഠ, ആ ഒരു ശിലയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഗണപതിയെ തൊഴുത് അങ്ങനെ കുഞ്ഞീഷ്ണനെ തൊഴാതെ പോകാനായിട്ട് സാധിക്കില്ലല്ലോ, ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ആണ് കുഞ്ഞീഷ്ണനെ തൊഴുത് അങ്ങനെ കന്നിമൂലക്കിലുള്ള ഗണപതിയെ തൊഴുതു. ഓരോ ദശാവതാര തൂണുകളൊക്കെ തൊഴുതിട്ട് ഭഗവാന്റെ ആ ഒരു പടിഞ്ഞാറ് ഭാഗത്തെത്തി തൊഴുത് നമസ്കരിച്ച് തിരിഞ്ഞ് വൈകുണ്ഠ നാരായണനെ തൊഴുതു. അപ്പൊ അവിടെ മാലകളൊക്കെ ഇങ്ങനെ ചാർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ മാലകളൊക്കെ അണിയിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ തൊഴുത് അങ്ങനെ 9ാമത്തെ ബാക്കി ദശാവതാര തൂണുകളൊക്കെ തൊഴുതു വരുമ്പോ 9ാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ട്. അവിടെ ലാലമ്മ എല്ലാ പ്രാവശ്യവും ഞാൻ അവിടെ ആ കണ്ണനാണ് കൂടുതൽ ഇഷ്ടമാണ്. അപ്പൊ ആ കണ്ണന് ഞാനൊരു തുളസിമാല ചാർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വേറെയും ഒരുപാട് പേര് തുളസിമാല അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. നാമമാല ഉണ്ടായിരുന്നു. പിന്നെ മുരുകനെ തൊഴുതു, ആഞ്ജനേയനെ തൊഴുതു. ആഞ്ജനേയനെ കുങ്കുമം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കുങ്കുമം അഭിഷേകമൊക്കെ ചെയ്തു. അവിടെ തൊഴുത് രാധാകൃഷ്ണന്മാരെ തൊഴുതു. കാളിയമർദ്ദനും കൂടെ തൊഴുതിട്ടാണ് താമരക്കണ്ണനെ തൊഴാനായിട്ട് വടക്ക് ഭാഗത്ത് എത്തിയത് കേട്ടോ. താമരക്കണ്ണനെ നന്നായി തൊഴുത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയിട്ട് നരസിംഹമൂർത്തിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്താണ് വിഷ്ണു എന്നും കുളിച്ച് തൊഴാറുണ്ടല്ലോ. വിഷ്ണു കുളിച്ചിട്ട് കഥളിക്കുലിയൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല് എനിക്കൊന്നും കൂടെ തൊഴാനുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ പ്രാദേശികത്തിന്റെ ക്യൂവില് അയ്യപ്പന്റെ അവിടെ പ്രാദേശികത്തിന്റെ ക്യൂ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നിന്ന് ഒന്നും കൂടെ ഭഗവാനെ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ ഒന്നും കൂടെ തൊഴാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ സമയത്ത് പ്രാദേശികത്തിന്റെ ക്യൂ വിട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മലർനീത്യത്തിനായിട്ട് അടച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ആ ഒരു സമയം അങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനും ലാലാമ്മയും ഒരു അടിപ്രദക്ഷിണം കൂടെ ചെയ്തിട്ടാണ്. അപ്പോഴേക്കും ക്യൂ വിട്ടു തുടങ്ങിയപ്പോൾ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പോൾ ഇന്ന് സോപാനം തൊഴിലാണല്ലോ ആദ്യം തൊഴുതത്. രണ്ടാമത്തേത് ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ. ശ്രീലകത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മലർനീതിയൊക്കെ കഴിഞ്ഞ് വയറ് നിറച്ച് മലരൊക്കെ കഴിച്ചിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയില് ഭഗവാനെ ആ ബാലഗോപാല രൂപത്തിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. 3 തിരുമുടി മാലകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഒരെണ്ണം താമരയിലായിരുന്നു, താമര ഇതൾ കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു. വേറൊരെണ്ണം താമരയും തെച്ചിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു. മൂന്നാമത്തേത് തുളസിയും തെച്ചിയും നന്ദ്യാർവട്ടവും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. 2 ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്. ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് നന്ദ്യാർവട്ടം, കുറച്ച് നന്ദ്യാർവട്ടം, കുറച്ച് തെച്ചി, പിന്നെ നന്ദ്യാർവട്ടം, അങ്ങനെ കുറെ അധികം ഇങ്ങനെ കോർത്തിട്ട് ആ പാദത്തിന്റെ അവിടേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഉണ്ടമാല തുളസിയും തെച്ചി ഇങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അതിന് നടുക്കാണ് ബാലഗോപാലനായിട്ട് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ആ കിരീടമൊക്കെ നല്ല ഭംഗിയിൽ പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിയൊക്കെ, സ്വർണ്ണ തിലകമൊക്കെ ചാർത്തിയിട്ട് വലിയ കാതുപൂക്കളാണ് കേട്ടോ ഇന്നുണ്ടായിരുന്നത്. ചെറിയൊരു മുഖമാണ് ഭഗവാന്. 4 മാലകൾ അന്ന് അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നല്ല ഭംഗിയിൽ അകലയിൽ നിന്ന് തന്നെ ആ ശോഭയിൽ, നെയ്വിളക്കിന്റെ ശോഭയിൽ നമ്മൾ നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. വലത്തേ കയ്യിലെ ഒരു ഓടക്കുഴലുണ്ട്, ഒരു കദളിപ്പഴം കൂടെ ഉണ്ട്. അപ്പൊ വിഷ്ണുവിന്റെ കയ്യിലും കദളിപ്പഴം ഉണ്ടല്ലോ. അപ്പൊ ഭഗവാന്റെ കയ്യിലും കദളിപ്പഴം വന്നപ്പോ വിഷ്ണുവിന് ഒന്നും കൂടെ ഒരു സന്തോഷത്തിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ സമർപ്പിക്കാൻ കുല കൊണ്ടുപോകുന്ന സമയത്ത് ഭഗവാനും അത് കൈപിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ. അപ്പൊ ആ ഒരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഭഗവാന്റെ അരയില് കിങ്ങിണി പട്ടുകോണമൊക്കെ നല്ല ചന്തത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൂടാതെ ചുവപ്പും പച്ചയും നിറത്തില് ഒരു പട്ട് അരയിൽ ഇങ്ങനെ മുറുക്കി ചുറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ബാലഗോപാല രൂപത്തിൽ ശ്രീലകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു രൂപം കൂടെ ഇന്ന് കണ്ടു തൊഴാനായിട്ട് സാധിച്ചു കേട്ടോ. എല്ലാവരും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഇന്നലെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലും നിറപുത്തിരി ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആയിട്ടുള്ള കതിരാണ് ഞാനിന്ന്
വിഷുവിനും ആശയ്ക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്തർക്കും എല്ലാവർക്കും ശ്രീപത്മനാഭസ്വാമിയുടെയും ആറ്റുകാലമ്മയുടെയും ഗുരുവായൂരപ്പൻ്റെയും ഒക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. എനിക്ക് വേണ്ടിയൊക്കെ ഒത്തിരി പേര് പ്രാർത്ഥനകൾക്ക് ഒക്കെ ആയിട്ട് പ്രാർത്ഥിച്ചെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജുകളൊക്കെ കോളും ഒക്കെ എനിക്ക് വന്നു. ഒരുപാട് നന്ദി എല്ലാവരോടും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ ഞാനും വരുന്നതാണ്. അതുവരെ ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ.